നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പറഞ്ഞ എല്ലാ തോന്നിവാസങ്ങളും രാജ്യത്ത് നിന്ന് നടമാടുന്നത് ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടോ അങ്ങനെയുണ്ടായിരുന്ന ഒരു ഇരുണ്ട യുഗത്തിലെ ഏറ്റവും വലിയ തെമ്മാടിക്കൂട്ടങ്ങളായിരുന്ന ഒരു ജനതയെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് തസ്കിയത്ത് കൊടുത്തു, അവർക്ക് സംസ്കരണം നൽകി. അവർ ലോകത്തിന്റെ ജേതാക്കളായി, ലോകത്തിന്റെ നേതാക്കളായി. അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ചുരുക്കി പറഞ്ഞത് കാനൂ ഫീ ളലാലിൻ മുബീൻ വഇൻ കാനൂ ലഫീ ളലാലിൻ മുബീൻ. അവര് വ്യക്തമായ വഴികേടിലുള്ള ഒരു ജനതയായിരുന്നു. അങ്ങനെയുണ്ടായിരുന്ന ഒരു ജനതയിൽ മാറ്റത്തിന് കാരണമായത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീ ഇത് അംഗീകരിച്ചോളണം, ഇല്ലെങ്കിൽ നിന്റെ തലയെടുക്കും എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ പിന്നാലെ വാളുകൊണ്ട് നടന്നതാണോ? അങ്ങനെയാണോ ഇസ്ലാം പ്രചരിച്ചത്? അങ്ങനെയാണോ ഇസ്ലാമിന്റെ ആശയങ്ങളെ ജനസമൂഹങ്ങളിലേക്ക്, മനസ്സുകളിലേക്ക് പകർന്നു കൊടുത്തത്? ഒരിക്കലുമല്ല. പരിശുദ്ധ ഖുർആനിന്റെ തന്നെ കൃത്യമായ ആ പ്രഖ്യാപനം നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ 2-ാമത്തെ അധ്യായത്തിലൂടെ വായിക്കുന്നുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഈ മതത്തിൽ ബലാത്കാരത്തിന്റെ പ്രശ്നമില്ല. അംഗീകരിച്ചോളണം. അംഗീകരിക്കാത്തവനെ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കില്ല. അംഗീകരിക്കാത്തവനെ ഇവിടെ ഒരിക്കലും വെച്ചു പൊറുപ്പിക്കുകയില്ല എന്ന ഒരു നയം ഇസ്ലാമിനില്ല. മറിച്ച് നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദാറുൽ അർഖമിൽ വെച്ച് നടത്തിയ രഹസ്യ പ്രബോധനത്തിലും തുടർന്നുണ്ടായ മക്കയിലെ പരസ്യമായി ജനങ്ങൾക്കിടയിൽ നടത്തിയ പ്രബോധനത്തിലുമൊക്കെ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു ആ ദൂതനെ അയച്ചപ്പോൾ ആ ദൂതൻ എന്താണ് ചെയ്തത്? ജനങ്ങളെ നന്നാക്കാൻ ആ നബി എന്ത് മാർഗമാണ് സ്വീകരിച്ചത്? യത്ലൂ അലൈഹിം ആയാതിഹി ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ.